യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളെ ഇന്നറിയാം. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ പുതിയ ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന കിരീടപ്പോരിൽ റയൽ മാഡ്രിഡ് ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ നേരിടും. വെംബ്ലിയിൽ ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് കളി തുടങ്ങുക. 15ാം കിരീടം ലക്ഷ്യമിടുന്ന റയൽ സെമിയിൽ ബയേൺ മ്യൂണിക്കിനെ തോൽപ്പിച്ചാണ് കിരീടപ്പോരിൽ സ്ഥാനമുറപ്പിച്ചത്. ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെയും റയൽ വീഴ്ത്തി. സീസണിൽ സ്പാനിഷ് ലീഗ് കിരീടം സ്വന്തമാക്കിയ റയൽ ആകെ കളിച്ച 54 കളികളിൽ തോൽവിയറിഞ്ഞത് 2-2 മാത്രമാണ്. ലാലിഗയിൽ ബാഴ്സലോണയേക്കാൾ 10 പോയിന്റ് ലീഡിൽ ചാമ്പ്യന്മാരായ റയൽ സ്പാനിഷ് സൂപ്പർ കപ്പും സ്വന്തമാക്കി. മൂന്നാം ഫൈനലിൽ 2ാം കിരീടം സ്വപ്നം കാണുന്ന ബൊറൂസിയ ഡോർട്ട്മുണ്ട് സെമിയിൽ ഫ്രഞ്ച് വമ്പന്മാരായ PSG-യെയാണ് തോൽപ്പിച്ചത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ PSG, AC മിലാൻ, ന്യൂകാസിൽ എന്നിവരുടെ വെല്ലുവിളി അതിജീവിച്ചായിരുന്നു ബൊറൂസിയയുടെ മുന്നേറ്റം. നേർക്കുനേർ പോരാട്ടത്തിലും റയലിന് വ്യക്തമായ ആധിപത്യമുണ്ട്. ഇരു ടീമും യൂറോപ്യൻ പോരിൽ 14 തവണ മുഖാമുഖം വന്നിട്ടുണ്ട്. റയൽ 6-ലും ബൊറൂസിയ 3-ലും ജയിച്ചു. 5 മത്സരം സമനിലയിൽ അവസാനിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ ടോണി ക്രൂസ്, ലൂക്ക മോഡ്രിച്ച്, ഡാനി കാർവഗാൽ എന്നിവർ അവസാനമായി റയൽ ജേഴ്സി അണിയുന്ന മത്സരം കൂടിയായിരിക്കും ഇത്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലോടെ ക്ലബ് ഫുട്ബോളിനോട് വിട പറയുകയാണെന്ന് ക്രൂസ് പ്രഖ്യാപിച്ചിരുന്നു. ലൂക്ക മോഡ്രിച്ചും ഡാനി കാർവഗാലും അടുത്ത സീസണിൽ ടീമിലുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.